നമ്മളോട് ഒരാൾ വന്ന് ഒരു ജോലി ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചു. നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എന്ത് പൈസ വേണ്ടി വരും എന്നവർ തിരിച്ചു ചോദിച്ചപ്പോൾ നമ്മൾ നോക്കി നമ്മുടെ സമയത്തിനും നമ്മുടെ എക്സ്പെർട്ടൈസിനും നമ്മുടെ ഒരു എക്സ്പീരിയൻസിനും ഒക്കെ അനുസരിച്ച് എനിക്ക് ഇത്ര രൂപ തന്നാൽ ഞാൻ ആ ജോലി തീർക്കാം എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുകയാണ് അത്രയും പൈസ തരാൻ ഞങ്ങൾക്ക് പറ്റില്ല. നമ്മളും ആലോചിച്ച് നോക്കുകയാണ്, എന്നാൽ പിന്നെ കുറച്ച് കുറയ്ക്കണോ? വേണ്ട, ഞാൻ ഈ പണി ചെയ്യുമ്പോൾ ഇത് നല്ല വൃത്തിക്ക് തന്നെയാണ് ചെയ്യുന്നത്, എനിക്ക് എൻ്റെ വർക്കിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്, അതുകൊണ്ട് റേറ്റ് ഒന്നും കുറയ്ക്കാൻ പറ്റില്ല ഏട്ടാ, പറ്റില്ലെങ്കിൽ നിങ്ങൾ വേറൊരാളെ നോക്കിക്കോളൂ എന്ന് പറയുന്നു. അവർക്ക് മാന്യമായി നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ പറഞ്ഞ റേറ്റ് തന്ന് ആ വർക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അതല്ലെങ്കിൽ ഈ റേറ്റിന് ഓക്കെ ആയിട്ടുള്ള മറ്റൊരാളെ കൊണ്ട് ഈ ജോലി ചെയ്യിപ്പിക്കാം. ഈ രണ്ട് രീതിയും ഫൈനാണ്. ഇനി വർക്ക് നടക്കുന്നില്ല, രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടീഷൻസ് ഓക്കെ ആവുന്നില്ല, നമ്മൾ ഷെയ്ക്കാൻ്റെ കൊടുത്ത് പിരിയുക, നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് സമാധാനമായിട്ട് പോവുക, അപ്പോഴും അത് മര്യാദയാണ്. പക്ഷേ നമ്മളങ്ങനെ റേറ്റ് പറഞ്ഞു, നമ്മുടെ വർക്കിൻ്റെ ഒരു റേറ്റ് പറഞ്ഞു, ആ റേറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന നമ്മളെ വർക്ക് ഏൽപ്പിക്കാൻ വന്ന ആൾക്കാർ ഓടി നടന്ന് നാട് മുഴുവൻ പറയാണ് അവൻ എടുത്താൽ പൊങ്ങാത്ത റേറ്റ് പറയുന്നുണ്ട്, അവൻ്റെ കണ്ടീഷൻസൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതുകൊണ്ട് അവനെ ഞങ്ങളങ്ങ് ഒഴിവാക്കി, അവൻ ഇതിനൊന്നും പറ്റിയ ആളൊന്നും അല്ലെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ നമുക്കത് എങ്ങനെ ഫീൽ ചെയ്യും? അവർ കാണിക്കുന്നത് ശരിയാണോ? പക്ഷേ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഇതിനൊക്കെതിരെ പ്രതികരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വർക്ക് റിജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വർക്കിൻ്റെ ഭാഗമാകണമെങ്കിൽ ഇത്ര പൈസ വേണം എന്നൊക്കെ പറയുന്ന ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അവരാണ് പലപ്പോഴും കുറ്റക്കാരാവുക. എസ്പെഷ്യലി ഈ റേറ്റ് പറയുന്ന അല്ലെങ്കിൽ തൻ്റെ വർക്കിന് ഇന്ന കണ്ടീഷൻസും കൂടി ഓക്കെ ആണെങ്കിൽ ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സ്ത്രീകളാണെങ്കിൽ അവർ ഉറപ്പായും അറ്റാക്ക് നിരയാകും എന്നുള്ളതാണ്. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, അണ്ണൻ അവളെ സിനിമയിൽ നിന്ന് തൂക്കി, അവളിപ്പോൾ സിനിമയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുക, അവളുടെയൊക്കെ കാലം കഴിഞ്ഞു, ആരാണ് ഇവളുമാരുടെയൊക്കെ സിനിമ കാണാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെയുള്ള പോസ്റ്റുകളുമായി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റിജക്റ്റ് ചെയ്യുന്ന സിനിമാക്കാരുണ്ടല്ലോ, അവരുടെ ആരാധകർ കൊടിയും പിടിച്ചിറങ്ങുകയും ചെയ്യും. നമ്മൾ ഈ പറഞ്ഞു വരുന്നത് ദീപിക പദുക്കോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ അത് ദീപിക പദുക്കോണിൻ്റെ മാത്രം വിഷയമല്ല. ഈ വിഷയത്തിനെ പല രീതിയിൽ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ഡീൽ ചെയ്യുന്നത് ഞാനും കണ്ടിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുമുണ്ട്. ജസ്റ്റ് ദീപിക പദുക്കോണിൻ്റെ വിഷയത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. നമ്മളത് പറഞ്ഞു തുടങ്ങുമ്പോൾ സന്ദീപ് റെഡ്ഡി വാങ്കയുടെ സിനിമയെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം ഈ സോഷ്യൽ മീഡിയയിലെ അറ്റാക്കിൻ്റെ പരിപാടികൾ ആരംഭിക്കുന്നത് അവിടെ മുതലാണ്. പ്രഭാസും ദീപിക പദുക്കോണും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്ത് റിലീസ് ആവാൻ പോവുകയാണ്. അതിൻ്റെ ഷൂട്ടും പരിപാടിയും തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇവർ ഒരുമിക്കുന്നു എന്ന് പറയുന്നൊരു വാർത്ത വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദീപിക പദുക്കോണിന് വലിയ തുകയാണ് പ്രതിഫലമായി കൊടുക്കാൻ പോകുന്നത് എന്നൊരു വാർത്ത വരുന്നു. പക്ഷേ ഇച്ചിരിയും കൂടി കഴിഞ്ഞപ്പോൾ ദീപിക പദുക്കോണിൻ്റെ ആ പ്രതിഫല തുകയുമായി ഒത്തുപോകാൻ പറ്റുന്നില്ല, അവർ കുറേ കണ്ടീഷൻസ് ഒക്കെ വെച്ചു, അതുകൊണ്ട് ദീപിക പദുക്കോണിനെ മാറ്റി മറ്റൊരു അഭിനേത്രിയെ അവിടെ അവർ ഫിക്സ് ചെയ്യാണ് എന്നുള്ള വാർത്തകളും വന്നു. അവിടം വരെയും കുഴപ്പമൊന്നുമില്ല. ദീപിക പദുക്കോൺ അവരുടെ കണ്ടീഷൻസ് പറഞ്ഞു, അവരുടെ റേറ്റ് പറഞ്ഞു, അത് താങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ അതിലും കുറഞ്ഞ റേറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഞങ്ങൾക്ക് വേണം, അവർ വേറൊരാളെ സെലക്ട് ചെയ്തു, ഗുഡ് ഫൈൻ. ഇതിൽ ആർക്കാണ് എന്താണ് ഇവിടെ ഒരു കുഴപ്പം? പക്ഷെ കുഴപ്പങ്ങൾ ആരംഭിക്കുന്നത് സന്ദീപ് റെഡ്ഡി വാങ്ക പേര് പറയാതെ ദീപിക പദുക്കോണിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു. അദ്ദേഹത്തിന്റെ കഥയുടെ വിശദാംശങ്ങൾ ചോർത്തി അല്ലെങ്കിൽ മറ്റൊരാളോട് പറഞ്ഞു, കോ ആക്ടർ ആയിട്ടുള്ള ഒരു യങ്ങർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ കുറച്ച് കാണിച്ചുകൊണ്ട് സംസാരിച്ചു, എവിടെ പോയി നിങ്ങളുടെ ഫെമിനിസം എന്നൊക്കെയുള്ള ഹാഷ് ചോദ്യങ്ങളായിട്ട് സന്ദീപ് റെഡ്ഡി വാങ്കയുടെ സിനിമകൾ കാണുന്ന നമുക്കറിയാം പുള്ളി ഇതൊക്കെ ചോദിക്കും എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ ഫെമിനിസം ഒക്കെ എവിടെ പോയി എന്ന് പറയുന്ന ഒരു കാര്യവും കൂടി ചോദിച്ചുകൊണ്ട് എന്തിനാണ് അവിടെ സ്ത്രീകളുടെ സമത്വത്തിനെയും സ്വാതന്ത്ര്യത്തിനെയും കുറിക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നത് അറിയില്ല. അവരുടെ കണ്ടീഷൻ നിങ്ങൾക്ക് പറ്റിയില്ല, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് സന്ദീപ് റെഡ്ഡി വാങ്ക ഒരു പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം ഒരുപാട് വാർത്തകൾ അങ്ങ് പ്രചരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ദീപിക പദുക്കോൺ അവരുടെ പ്രതിഫല തുക കൂടുതലായിരുന്നു, അത് ഇവർക്ക് താങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതുകൂടാതെ ദീപിക പദുക്കോൺ പ്രോഫിറ്റ് ഷെയർ, സിനിമയുടെ പ്രോഫിറ്റിൻ്റെ ഷെയർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇതിന് നമുക്ക് തെളിവുകളൊന്നുമില്ല. പ്രതിഫല തുകയുടെ കാര്യം ദീപിക പദുക്കോൺ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കിയുള്ളത് നമ്മളിങ്ങനെ കേൾക്കുന്ന കിംവദന്തികളാണ്. അതുപോലെ ദീപിക പദുക്കോൺ തൻ്റെ വർക്കിംഗ് അവർ 6 മണിക്കൂറാക്കി ചുരുക്കും. അവർ 8 മണിക്കൂർ വരും, പക്ഷേ മേക്കപ്പും അതുപോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 6 മണിക്കൂറേ ഒരു ദിവസം അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല അവർ തെലുങ്ക് ഭാഷ സംസാരിക്കില്ലെന്ന് പറഞ്ഞത്രേ. ഇതൊന്നും കൂടാതെ ദീപിക പദുക്കോണിൻ്റെ കൂടെ ഒരു ടീമുണ്ട്. ആ ടീം എന്ന് പറയുന്നത് ഏതാണ്ട് 10-25ഓളം ആൾക്കാർ വരും. അത്രയും ആളുകളുടെ എക്സ്പെൻസും ഈ പറയുന്ന പ്രൊഡ്യൂസർ വഹിക്കേണ്ടതാണ്. അങ്ങനെ ഇല്ലെങ്കിൽ ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റില്ല. ഇത്രയും കണ്ടീഷൻസ് അവർ വെച്ചു എന്നാണ് പറയുന്നത്. ദീപിക പദുക്കോൺ ഒരു സ്റ്റോക്ക്ഹോം ഇവൻറ്റിൽ വെച്ചിട്ട് അവർ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെ ഒരു സംവിധായകൻ വന്ന് സിനിമയുടെ കഥ പറഞ്ഞു, ക്രിയേറ്റീവ്ലി എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു, പക്ഷേ അവർ പറഞ്ഞ പ്രതിഫല തുക എനിക്ക് ഓക്കെ അല്ലായിരുന്നു. ഞാനൊരു പ്രതിഫല തുക പറഞ്ഞു, അതവർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത്, നിങ്ങൾക്ക് ഇത്രയും പൈസ തന്നു കഴിഞ്ഞാൽ ഈ സിനിമയിലെ മെയിൻ ഹീറോയ്ക്ക് നമുക്ക് അത്രയും പൈസ കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് തിരിച്ച് അപ്പുറത്തേക്ക് പോയി പറയുന്ന പരിപാടി നമുക്കില്ലല്ലോ. അപ്പോൾ ദീപിക പദുക്കോൺ പറയുന്നത്, എനിക്ക് എൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് അറിയാം, ഞാൻ എത്ര വിജയ ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ടെന്നും എനിക്ക് എത്ര നന്നായി കഥാപാത്രത്തിനെ ഡെലിവർ ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ അറിയാം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതേപോലെ അപ്പുറത്ത് നിൽക്കുന്ന ഈ പറയുന്ന നടൻ്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കുമ്പോൾ സമീപകാലത്ത് അത്ര വലിയ വിജയ ചിത്രങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുമില്ല. ആസ് ആർട്ടിസ്റ്റ്
ഇവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർ ഈ തുക കൂടുതൽ ചോദിക്കുന്നത് അതത്ര വലിയ കൂടിയ തുകയൊന്നും അല്ല എന്ന് ദീപിക പദുക്കോണിന് ഉറപ്പുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ അവർ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ടോക്സിക് മസ്കുലിനിറ്റിയെ പുച്ഛിച്ചുകൊണ്ട് ഡയലോഗ് അടിക്കുകയൊന്നും ചെയ്തില്ല. സിനിമ ആരുടേതാണെന്ന് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏത് സംവിധായകനാണ് അഭിനേതാവാണെന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല കുറച്ചും കൂടി റെസ്പെക്ട്ഫുള്ളി ആണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൽക്കി എന്ന് പറയുന്ന പ്രഭാസിൻ്റെ സിനിമയിൽ നിന്നും ദീപിക പദുക്കോണിനെ ഒഴിവാക്കി എന്ന് പറയുന്നൊരു വാർത്ത വരുന്നത്. നമുക്കതിൻ്റെ വൈജയന്തി ഫിലിംസ് അവരിട്ടിട്ടുള്ള ആ ഒരു ട്വീറ്റിലേക്ക് ഒന്ന് നോക്കാം. ദിസ് ഈസ് ടു ഒഫീഷ്യലി അനൗൺസ് ദാറ്റ് ദീപിക പദുക്കോൺ വിൽ നോട്ട് ബി എ പാർട്ട് ഓഫ് ദി അപ്കമിങ് സീക്വൽ ഓഫ് കൽക്കി. അത് കൽക്കിയുടെ ഇനി വരാൻ പോകുന്ന സീക്വലിൽ ദീപിക പദുക്കോൺ അതിൻ്റെ പാർട്ടായിരിക്കില്ല. കുഴപ്പമൊന്നുമില്ല, സ്ട്രൈറ്റ് ആയിട്ടാണല്ലോ ഒരു കാര്യം പറയുന്നത്. ആഫ്റ്റർ കെയർഫുൾ കൺസിഡറേഷൻ വി ഹാവ് ഡിസൈഡഡ് ടു പാർട്ട് വേസ്. നമ്മളിതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ രണ്ട് വഴിക്ക് പോകുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കുന്നു. ഡെസ്പൈറ്റ് ദി ലോങ് ജേർണി ഓഫ് മേക്കിംഗ് ദ ഫസ്റ്റ് ഫിലിം വി വെയർ അൺഎബിൾ ടു ഫൈൻഡ് എ പാർട്ട്ണർഷിപ്പ്. ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻസ് കറക്റ്റായി വരുന്നില്ല. ഇത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷേ അടുത്ത സെൻറ്റൻസ് ആണ് ആൻഡ് എ ഫിലിം ലൈക്ക് കൽക്കി ഡിസേർവ്സ് ദാറ്റ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് മച്ച് മോർ എന്നാണ് പറയുന്നത്. കൽക്കി പോലൊരു സിനിമയ്ക്ക് കൂടുതൽ കമ്മിറ്റ്മെൻറ്റും വേറെ ഒരുപാട് കാര്യങ്ങളും കൂടി ഒരുമിച്ച് ചേരണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ദീപിക പദുക്കോണിന് വി വിഷ് ഹർ ദ ബെസ്റ്റ് വിത്ത് ഹർ ഫ്യൂച്ചർ വർക്ക്സ് എന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. വൈജയന്തി മൂവീസിനെ സംബന്ധിച്ച് അവർ കൽക്കി എന്ന് പറയുന്ന വളരെ വിജയമായിട്ടുള്ള ഒരു സിനിമയുടെ അടുത്ത പാർട്ട് അനൗൺസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഷൂട്ടും പരിപാടി നടക്കുന്നു, ആരാധകർ കാത്തിരിക്കുകയാണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോൾ ദീപിക പദുക്കോൺ ആ സിനിമയിൽ നിന്ന് മാറുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. അപ്പോൾ ആ കഥാപാത്രത്തിന് ദീപിക പദുക്കോൺ അല്ലാതെ മറ്റൊരു ആർട്ടിസ്റ്റ് വരിക എന്ന് പറയുമ്പോൾ ആരാധകരെ അത് അറിയിക്കാനുള്ളൊരു ഉത്തരവാദിത്വം കൂടി വൈജയന്തി മൂവീസിനുണ്ട്. അത് വളരെ നീറ്റായിട്ട് അവർക്ക് പറയുകയും ചെയ്യാമായിരുന്നു. കൽക്കിയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അതിൽ ദീപിക പദുക്കോൺ ഉണ്ടാവില്ല എന്നുള്ള കാര്യം അറിയിക്കാം. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, എല്ലാ കണ്ടീഷൻസും കൃത്യമായി അലൈൻഡ് ആവാത്തതുകൊണ്ട്, കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ, അത് കറക്റ്റായി നടക്കാത്തത് കൊണ്ട് നമ്മൾ രണ്ട് വഴിക്ക് പോകാൻ തീരുമാനിച്ചു. അവരുടെ ഫ്യൂച്ചർ വർക്ക്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടം വരെ അത് ഓക്കെയാണ്. പക്ഷേ അവരെന്തിനാണ് ഇതിനകത്തേക്ക് ഈ ആർട്ടിസ്റ്റിനെ സംബന്ധിക്കുന്ന, അതായത് ദീപിക പദുക്കോണിനെ കൊള്ളിക്കുന്നത് പോലെ ഈ സിനിമയ്ക്ക് കൂടുതൽ കമ്മിറ്റ്മെൻറ്റും വേറെ ഒരുപാട് ഘടകങ്ങളും ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ഇവിടെ ചേർത്ത് വെക്കുന്നത്? അത് ദീപിക പദുക്കോണിനെ കുറച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റൻസാണ്. അത് ആ ആർട്ടിസ്റ്റിനോട് കാണിക്കുന്ന മര്യാദകേടാണ്. അവരുടെ ഇത്രയും വർഷത്തെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കുമ്പോൾ അവർ ഭാഗമായിട്ടുള്ള സിനിമകൾ, മറ്റു പ്രൊജക്റ്റുകൾ, അവർ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു താരമൂല്യം, ഇവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന കമ്മിറ്റ്മെൻറ്റും ആത്മാർത്ഥതയും അർപ്പണബോധവും ഒക്കെ കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഒരു സെൻറ്റൻസ് അവിടെ ഉൾപ്പെടുത്തുമ്പോൾ ആ ഉദ്ദേശശുദ്ധി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ദീപിക പദുക്കോണിനെ ഞങ്ങൾ ഒഴിവാക്കിയതാണ്. ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ കമ്മിറ്റ്മെൻറ്റും കുറച്ച് ആത്മാർത്ഥതയൊക്കെയുള്ള ഒരാളായിരുന്നു ആവശ്യം. പക്ഷേ ദീപിക പദുക്കോണിൽ നിന്ന് ഞങ്ങളത് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ട് വഴിക്ക് പോകാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു അർത്ഥം അതിനകത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവളെ ഒഴിവാക്കിയതാണ്. ഈവൻ സന്ദീപ് റെഡ്ഡി വാങ്കയുടെ പോസ്റ്റിലൂടെ നമ്മൾ പോകുമ്പോഴും ഈ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. നിങ്ങളെ ഞാൻ ഒഴിവാക്കിയതാണ്, അവളെ ഞാനാണ് തള്ളിക്കളഞ്ഞത് എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനുണ്ട്. ഒരു ട്വിറ്റർ കമൻറ്റിൽ കണ്ട ഡയലോഗ് ഇങ്ങനെയാണ്: ഇപ്പോഴും നിയാണ്ടർത്താൽ കാലത്തെ പുരുഷൻ്റെ ഈഗോയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്, അവർക്ക് ഈ കാര്യങ്ങളെ സമാധാനമായി പരസ്പര ബഹുമാനത്തോടുകൂടി സംസാരിക്കാൻ കഴിയില്ലേ എന്നുള്ളൊരു ചോദ്യമായിരുന്നു അത്. സിമിലർ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. നയൻതാരയെക്കുറിച്ച് മുമ്പ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇനോഗ്രേഷൻ പരിപാടി നടക്കുകയാണ്. അന്ന് സൗത്ത് ഇന്ത്യയിലെ വിലപിടിപ്പുള്ള സെലിബ്രിറ്റീസിനെ കൊണ്ടുവരാനുള്ള ഒരു അവസരമുണ്ട്. ആ സമയത്ത് ഒരു സജഷൻ പോലെ നമ്മൾ നയൻതാരയുടെ പേര് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ റെസ്പോൺസ് ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ നയൻതാരയുടെ ഭാഗത്തു നിന്നൊന്നുമല്ല, ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയാമെന്ന് ഭാവിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. ചില കാര്യങ്ങൾ സത്യമായിരിക്കും, ചിലതൊക്കെ കയ്യിൽ നിന്നിട്ട് പറയുന്നതായിരിക്കും. എന്തായാലും അന്ന് ഞാൻ കേട്ട കാര്യം, ഇതൊരിക്കലും ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയല്ല, കേട്ട കാര്യം പറയാം. നയൻതാരയെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എടുത്താൽ പൊങ്ങാത്തൊരു റേറ്റാണ് അവരാദ്യം പറയുക. ആ പറച്ചിൽ മാത്രമല്ല പ്രശ്നം, അതിനുശേഷം അവർക്കൊപ്പം വരുന്നൊരു 10-20 പേരടങ്ങുന്ന ടീം മെമ്പേഴ്സ് ഉണ്ട്. അവരുടെ മുടി നോക്കാൻ, അവരുടെ നഖത്തിൻ്റെ, അവരുടെ ഡ്രസ്സിൻ്റെ, അവരുടെ പുരികം ഷേപ്പ് ചെയ്യുക, കണ്ണിൻ്റെ ഭംഗിയുടെ കാര്യം നോക്കുക, ലിപ്സ്റ്റിക്കിൻ്റെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെ മുഴുവനായി നയൻതാരയെ കംപ്ലീറ്റ്ലി നോക്കാൻ അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു 10-20 പേരുടെ ഒരു ടീമുണ്ട്. ആ ടീമിന് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്തു കൊടുക്കണം. അവർക്ക് സ്റ്റാർ ഹോട്ടലിൽ താമസം ഉറപ്പിക്കണം. ആൻഡ് അവർക്ക് പ്രത്യേകം പേയ്മെൻ്റ് ഉണ്ട്. ആ പേയ്മെൻറ്റ് ആരാണോ ഇവരെ ഇൻവൈറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ സിനിമയ്ക്കാണെങ്കിലും ആരാണോ ഇവരെ കൊണ്ടുവരുന്നത്
അവർ തന്നെ ഇവർക്ക് ഈ പേയ്മെൻറ്റ് സെപ്പറേറ്റ് കൊടുക്കണം. അല്ലാതെ നയൻതാര അവർക്ക് കിട്ടുന്ന പേയ്മെൻറ്റിൽ നിന്ന് എടുത്ത് ഇവർക്ക് കൊടുക്കുകയല്ല ചെയ്യുക. സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ആരാണോ വിളിച്ചു വരുത്തുന്നത് അവർ കൊടുക്കണം എന്നുള്ളതാണ്. സിമിലർ ആയിട്ടുള്ള ആരോപണമാണ് നമ്മൾ ദീപിക പദുക്കോണിൻ്റെ കാര്യത്തിലും കാണുന്നത്. കാരണം ദീപിക പദുക്കോണിൻ്റെ കൂടെ ഒരു 25ഓളം പേരടങ്ങുന്ന ടീമുണ്ട്, അവരുടെ എക്സ്പെൻസും കൂടി പ്രൊഡ്യൂസർ നോക്കേണ്ട ഒരു ബാധ്യതയാവും എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നയൻതാരയെ സംബന്ധിച്ചും ഇങ്ങനെ ഒരു പറച്ചിൽ മാത്രമാണ് ഞാൻ കേട്ടത്. ഇങ്ങനെ ആയിരിക്കും, പൂർണ്ണമായും ഇതാണ് ശരി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ പോലും ഞാൻ ചോദിക്കുന്നത്, അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്തുകൂടാ? അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ടീമിനെ കൂടെ കൊണ്ടുവന്നുകൂടാ? പലരും പറഞ്ഞു കേട്ടിട്ടുള്ള പരാതിയാണ്, അവർക്ക് മാത്രം ചിലവിന് കൊടുത്താൽ പോരാ, അവരുടെ കൂടെ വരുന്ന ടീം അംഗങ്ങൾക്ക് കൂടി ചിലവിന് കൊടുക്കേണ്ട ഒരു ദുരവസ്ഥയുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ സ്പോൺസേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള, അവർ പറഞ്ഞു കേട്ടു എന്ന് ഇവർ പറഞ്ഞു കേട്ടിട്ട് നമ്മളോട് വന്ന് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ അങ്ങനെ ഒരു ടീമിനെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് അത് നമ്മുടെ ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ കൂടി ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ ഒരു നടിയുടെ പേഴ്സണൽ ടീം എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? ഒന്ന്, അവരുടെ ഫിറ്റ്നസ് ട്രെയിനർ ഉണ്ടാവും, അവരുടെ ഡയറ്റും അതുപോലെ തന്നെ വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് അവർക്കൊരു PR മാനേജർ അല്ലെങ്കിൽ ഒരു PR ടീം ഉണ്ടാവും. അതുപോലെ അവരുടെ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ഉണ്ടാവും. ഇതിനൊക്കെ ആവശ്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവും, സ്റ്റൈലിസ്റ്റ് ഉണ്ടാവും, അവരുടെ കോസ്റ്റ്യൂംസ് തീരുമാനിക്കുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെ ഒരു വലിയ സെറ്റ് ഓഫ് ആളുകളെ അവർക്ക് ആവശ്യമാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയിലെ അഭിനേത്രിമാരുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ടൈം പീരീഡ് ഉണ്ട്. അവരുടെ ഒരു പീക്ക് ടൈം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ടൈം പീരീഡ് ഉണ്ട്. അവർ നായികമാരായി തുടരുന്ന ഒരു സമയം. ആ സമയം കഴിഞ്ഞാൽ നായകന്മാർ കണ്ടിന്യൂസ്ലി തലമുറകളോളം നായകന്മാരായിട്ട് നിൽക്കും. പക്ഷേ നായികമാർ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ അവർ മറ്റ് കഥാപാത്രങ്ങളിലേക്ക് മാറും, അല്ലെങ്കിൽ അവർ ഫീൽഡ് ഔട്ട് ആവുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് അവരവരെ എങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചു എന്നുള്ളതും എങ്ങനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്നുള്ളതുമാണ്. ഇപ്പോൾ ഒരു അഭിനേത്രി അവർക്ക് വേണ്ടി നല്ല പ്രൊജക്റ്റുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ല പ്രൊജക്റ്റുകളുടെ ഭാഗമാവുക, അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ തന്നെ മറക്കാത്ത രീതിയിൽ നല്ലൊരു അഭിനേത്രിയായും ഒരു താരമായും സെറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ പ്രൊജക്റ്റുകളും പ്ലാനിങ്ങുകളും വേണം. അവിടെ അവർക്ക് നല്ലൊരു PR ടീമിനെ ആവശ്യമാണ്, ഒരു നല്ല പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ ആവശ്യമാണ്. ഇനി അങ്ങനെ തുടരുന്ന സമയത്ത് അവരവരുടെ ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ സിനിമയുടെ കാര്യം പറയുമ്പോൾ നായികമാർ, സുന്ദരിമാർ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന പോലെ ഇരിക്കണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് നമുക്ക്. അത് ഈ പറയുന്ന സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് പരസ്യങ്ങളിലൂടെയും സിനിമകളിലൂടെയും വർഷങ്ങളായി നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒന്നാണ്. ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അവരും ഈ പറയുന്ന ഒരു ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുകയാണ്. അതിനവർക്ക് ഈ പറയുന്ന ഫിറ്റ്നസ് ട്രെയിനറിൻ്റെയും അവരുടെ കോസ്റ്റ്യൂംസ്, സ്റ്റൈലിംഗ്, ഹെയർ സ്റ്റൈലിംഗ്, മേക്കപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കൃത്യമായി നോക്കി നടത്താനുള്ള ഒരു ടീമിൻ്റെ ആവശ്യകത വരികയാണ്. അങ്ങനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് അവരിന്ന്, അതായത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന താരങ്ങൾ, ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള അവസ്ഥയിലേക്ക് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുള്ളത്. അതിൽ നയൻതാര വരും, ദീപിക പദുക്കോൺ വരും. ഇവരൊക്കെയും സ്റ്റാർട്ട് ചെയ്തൊരു സമയം എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇവർക്കൊപ്പം തന്നെ നായികമാരായി ആരംഭിച്ച പല അഭിനേത്രിമാരും ചിലരൊക്കെ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ മറ്റ് കഥാപാത്രങ്ങളിലേക്ക് ചുരുങ്ങുകയോ ചെയ്യുമ്പോൾ നയൻതാര ഇന്നും സൂപ്പർ സ്റ്റാറാണ്. അതിന് കാരണം അവർ ഇത്രയും കാലവും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഫിസിക്കും അവർ സെലക്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകളും അതിനുവേണ്ടി അവർ നടത്തുന്ന പ്ലാനിങ്ങുകളും കൃത്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. നല്ല അഭിനേത്രിയാണ്, ഗംഭീര അഭിനയ കഴിവുകളുള്ള ആളാണ് എന്നൊക്കെ നമ്മൾ എത്ര പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാലും സിനിമയിലേക്ക് വരുമ്പോൾ ഒരു താരം എന്ന നിലയിൽ നിലനിന്ന് പോരാൻ അവരവരുടെ ഫിസിക്കിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചേ പറ്റൂ, അവരുടെ സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചേ പറ്റുള്ളൂ, മേക്കപ്പിൻ്റെ കാര്യത്തിൽ കോൺഷ്യസ് ആയേ പറ്റുള്ളൂ. നല്ല അഭിനേത്രിയാണല്ലോ, ഒരു സൂപ്പർ സ്റ്റാർ ആണല്ലോ, അതുകൊണ്ട് മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല എന്ന് എത്ര സിനിമാക്കാർ വിചാരിക്കും. എത്ര പ്രൊഡ്യൂസേഴ്സോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ വിചാരിക്കും. ഇതൊരു മാർക്കറ്റിൻ്റെ നീഡായിട്ട് മാറുകയാണ് ഇവരിങ്ങനെ ഇരിക്കുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് അവരെ, ഞാൻ വീണ്ടും പറയുന്നു, സോഷ്യൽ കണ്ടീഷനിങ്, ആ വേർഡ് എപ്പോഴും മനസ്സിൽ വെക്കുക, അവരെ ഇപ്പോഴും ആവശ്യമുള്ളതായി തുടരുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അവരെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇതേ കാര്യങ്ങൾ നടന്മാർക്കും ഇവിടെ ഒരു റിക്വയർമെൻ്റ് ആണ്. അവരവരുടെ ശരീരം നോക്കണം, അവരുടെ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യണം, അവർ സെലക്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകളിൽ കൃത്യമായി ഫോക്കസ്ഡ് ആവണം. പക്ഷേ നടന്മാർ അനുഭവിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രഷർ ഇവിടെ നടിമാർ അനുഭവിക്കുന്നുണ്ട് താരമായി തുടരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ സിനിമ അല്ലെങ്കിൽ സൊസൈറ്റി ഒക്കെ പറഞ്ഞിട്ടുള്ള ആ ഷെൽഫ് ലൈഫ് ഉണ്ടല്ലോ, അതിനെ ഓവർകം ചെയ്ത് ഇന്നും താരങ്ങളായി തുടരുന്ന അഭിനേത്രിമാരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവർ ചോദിക്കുന്ന എമൗണ്ടിൻ്റെ കാര്യം, അതുപോലെ അവർ ഈ ടീമിന് വേണ്ടി ചോദിക്കുന്ന എമൗണ്ടിൻ്റെ കാര്യം, ഈ എമൗണ്ട് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ അത് എത്രത്തോളം ഫെയർ ആണ് എന്നൊക്കെയുള്ള ഡിസ്കഷൻസ് അവർ തമ്മിൽ നടത്തട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു ടീമിൻ്റെ ആവശ്യം എന്താ എന്ന് പറയുന്നൊരു ചോദ്യം ചെയ്യലുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീം ഒരു നടി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവരങ്ങനെയാണ് അങ്ങനെയുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടാകുന്നത് ആക്ച്വലി അവിടെ നമ്മുടെ കൂടി കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫിലിം ഇൻഡസ്ട്രിക്കും
അതുപോലെ പരസ്യത്തിനും ഒക്കെ ഇവിടെ ഫീമെയിൽ ആർട്ടിസ്റ്റിനെ ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിലെല്ലാം സർട്ടൻ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ ഫില്ലായിരിക്കണം. ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിന് വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മൾ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മാത്രം എടുത്ത് നോക്കിയാൽ നമുക്കൊരു 10 സമന്തേനെ കാണാൻ പറ്റും. അതായത് ഇവിടെ ഒരു സമന്ത റൂത്ത് പ്രഭു ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന എത്രയോ അഭിനേത്രിമാർ അവരുടെ മേക്ക് ഓവർ നടത്തുന്ന സമയത്ത് അവരുടെ മുഖത്ത് ട്രീറ്റ്മെൻറ്റും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ എല്ലാവരും കാണാൻ സമന്തേനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയെത്തി. അങ്ങനെ ഒരു ഡിമാൻഡ് ഇവിടെ ഉള്ളപ്പോൾ തങ്ങളുടെ യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സിനെ നിലനിർത്താൻ കൃത്യമായ പ്രൊജക്റ്റുകൾ കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമാവുകയും ഈ ഇൻഡസ്ട്രിയിലെ താരം എന്ന് പറയുന്ന ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുമൊക്കെ ഇവരിടുന്ന എഫേർട്ട് ഉണ്ട്. അതിനുവേണ്ടി അവർക്ക് കൂടെ കൊണ്ടു നടക്കേണ്ടി വരുന്ന ഒരു ടീമുണ്ട്. അതൊരു അനാവശ്യമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് മീറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ നമുക്കൊരിക്കലും അനാവശ്യമായി കരുതാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രതിഫല തുകയിലേക്ക് വരുമ്പോൾ മലയാളത്തിലെ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു അഭിനേത്രി അവർ മലയാളത്തിൽ ഹിറ്റ് സിനിമകളുടെ ഭാഗമാവുന്നു. അതിനുശേഷം തമിഴ് സിനിമകളുടെ കൂടി ഭാഗമാവുന്നു. ഞാൻ പറയുന്നത് ഒരു 6 കൊല്ലം മുമ്പത്തെ കഥയാണ്. ആ സമയത്ത് ഈ അഭിനേത്രിയെ നമ്മുടെ മലയാളത്തിലെ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിന് അവർക്ക് ബ്രാൻഡ് അംബാസഡറായിട്ട് വേണം. അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എമൗണ്ട് അന്ന് പറഞ്ഞത് ഒരു വർഷത്തേക്ക് 80 ലക്ഷം രൂപയാണ് അവർ ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലിരുന്ന പ്രതികരണങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. അവർക്കൊക്കെ ഇത്രയും പൈസയോ, എന്തുണ്ടായിട്ടാണ്, എത്ര സിനിമ ഉണ്ടായിട്ടാണ്, ഇതൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക്, ഫോണിൽ കൂടി ചോദിച്ചില്ല, ഇവിടെ നടക്കുന്ന ഡിസ്കഷൻസ് അതൊക്കെയാണ്. ഞാൻ അവരോട് ചോദിച്ചത് അവർ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട സംവിധായകരുടെ കൂടെ പ്രധാനപ്പെട്ട സ്റ്റാർസിൻ്റെ കൂടെ അഭിനയിച്ചു. ഒറ്റയ്ക്ക് നിന്നൊരു സിനിമയെ പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ വളർന്നിട്ടുണ്ട്. അങ്ങനൊരു അഭിനേത്രി ഈ എമൗണ്ട് ചോദിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്നാണ്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പ്രതിഫല തുക കൂട്ടി ചോദിക്കുക എന്ന് പറയുന്നത് പൊതുവെ എല്ലാ അഭിനേതാക്കളും നേരിടുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ അത് ഏറ്റവും അധികം ബാധിക്കപ്പെടുന്നത് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്കാണ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ പൈസ ചോദിക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പൈസ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവർക്കൊക്കെ എങ്ങനെ പൈസ കൊടുക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിൽക്കുക. അതേസമയം നിങ്ങൾക്ക് ഇതിനൊരു വർത്ത് ഉണ്ടോ, അല്ലെങ്കിൽ ഇവർക്കൊക്കെ എന്ത് വർത്ത് ഉണ്ടായിട്ടാണ് എന്നുള്ള ചോദ്യത്തിലേക്ക് അത് കടക്കുമ്പോഴാണ് അവിടെ ഒരു അപമാനിക്കലിൻ്റെ എലമെൻറ്റ് വരുന്നത്. പ്രതിഫല തുകയെക്കുറിച്ചും അതുപോലെ കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ പല അഭിനേത്രിമാരും പറയുന്ന സമയത്ത് ഇപ്പോൾ മലയാളത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഉദാഹരണമായിട്ട് ആദ്യം പറയും, പണ്ട് നമുക്ക് ഷീലാമ്മ ഉണ്ടായിരുന്നു. ഷീലാമ്മയുടെ ഒക്കെ കാലത്ത് ഇത്രയും കണ്ടീഷൻസോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നുമില്ല, അവർ പല കാര്യങ്ങളും മനസ്സിലാക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ഡയലോഗ് അടിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എത്ര ഷീലാമ്മമാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ഷീലാമ്മ ഉണ്ടായിരുന്നു. അവർ തീർച്ചയായും മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു അഭിനേത്രിമാരുടെ ഒരു കരുത്ത് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അത്രയും സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. അത്രയും താരമൂല്യമുള്ളൊരു അഭിനേത്രിയായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ കാണുന്നൊരു വലിയ ഡിപ്പുണ്ട്. ആ ഡിപ്പിൽ മലയാള സിനിമ ഒന്നടങ്കം നഷ്ടത്തിലേക്ക് ഉപ്പുകുത്തിക്കൊണ്ടിരുന്ന സമയമുണ്ട്. അഭിനേത്രിമാരെന്ന് പറയുന്നത് നായകന്മാരുടെ നിഴലായി തുടങ്ങിയ ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം ഒരുപാട് ബി ഗ്രേഡ് സിനിമകളൊക്കെ വരുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന സിനിമകളിലും നമ്മൾ നേരത്തെ പറഞ്ഞ ആ സിനിമകളും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നായകൻ്റെ നിഴലായി നിൽക്കുന്ന നായിക എന്ന് പറയുന്ന ഒരു ഇമേജിനെ പതിയെ ബ്രേക്ക് ചെയ്ത് കൊണ്ടുവന്ന് തങ്ങളുടേതായ ഒരു ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അഭിനേത്രിമാരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവർ ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ചുകളുണ്ട്. അഭിനയത്തിനെ അവർ തേച്ചും എനിക്ക് ബെറ്ററാക്കി കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്ന ഒരു ടാസ്ക് അവരുടെ മുമ്പിലുണ്ട്. അവരുടെ ഒരു വ്യക്തിത്വമുണ്ട്. ആക്ച്വലി അവർ ചെയ്യുന്നത് സാധാരണ നമ്മുടെ മലയാള സിനിമയിൽ ഒരു അഭിനേത്രി വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവുന്നു, അമ്മയാവുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റേജോടുകൂടി നായിക ജീവിതം അവസാനിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മലയാള സിനിമയിൽ അടക്കമുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. പക്ഷേ അതിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് കല്യാണമാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നിലുണ്ടാവുമ്പോഴും ഒരു സിനിമാ കുടുംബത്തിൻ്റെ പിൻബലമില്ലാതെ തന്നെ തങ്ങളുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കുകയും അതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയും ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ നമ്മൾ ദീപിക പദുക്കോണിൻ്റെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ നയൻതാരയുടെ കാര്യം പറയുമ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർസ് എന്നാണ് അവർ പറയുക. നമ്മളങ്ങനെ ലേഡിന്ന് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ സൂപ്പർ സ്റ്റാർസ് തന്നെയാണ്. പക്ഷേ ആ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്താൻ അവരെടുത്തിട്ടുള്ള ഒരു സമയമുണ്ട്, അതിനവർ കൊടുത്തിട്ടുള്ളൊരു എഫേർട്ട് ഉണ്ട്, അവർ മാറ്റി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചേർന്ന് അവരുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടായിട്ടാണ്, സ്മാർട്ട് വർക്കിൻ്റെ റിസൾട്ടായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു താര പദവിയിലേക്ക് അവരെത്തിയിട്ടുള്ളത്. ഇന്നിൻ്റെ ഡിമാൻഡ്സിനെയും അവരുടെ അഭിനയം തുടങ്ങുന്ന സമയത്തുള്ള ഡിമാൻഡ്സിനെയും കൃത്യമായി ഫുൾഫിൽ ചെയ്ത് പോകാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു വിജയം. ഇതിനിടയിൽ ദീപിക പദുക്കോണിൻ്റെ വിഷയം അവരെടുത്ത് മുന്നിലേക്ക് വെക്കുമ്പോൾ ഇപ്പോൾ സന്ദീപ് റെഡ്ഡി വാങ്ങുകയാണെങ്കിലും അതല്ല കൽക്കിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് അവർ ലാംഗ്വേജ് തെലുങ്ക് ഭാഷ പറയാൻ അവർക്ക് പറ്റില്ല എന്നവർ പറഞ്ഞു എന്ന് പറയുന്ന കാര്യമൊക്കെയാണ്. നമ്മൾ ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലേക്ക് വരുമ്പോൾ എസ്പെഷ്യലി കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഭാഷ എന്ന് പറയുന്നത് അവർക്ക് കുറച്ചും കൂടി കനത്ത വികാരമാണ്. നമുക്ക് വികാരമൊക്കെ തന്നെയാണ്, പക്ഷേ നമ്മളെക്കാൾ വല്ലാത്തൊരു വികാരമാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ. ഒരു പക്ഷേ ആ ആക്ട്രസസിനോട് ഇവർ നോ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ
ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടി പുറത്തേക്ക് വിടുന്ന ഒരു കാര്യമാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദീപിക പദുക്കോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭിനേതാവ് എനിക്ക് നിങ്ങളുടെ ഭാഷ പറയാൻ പറ്റില്ല, പക്ഷേ ഞാൻ നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കും അങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തീർച്ചയായും അത്രയും ഓഡിയൻസിൽ നിന്ന് ഇവരെ മാറ്റി നിർത്താൻ വേണ്ടി, ഈ താരത്തിനുള്ള സപ്പോർട്ട് കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടി ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ചെയ്തതാണോ എന്ന് പോലും സംശയം തോന്നുന്ന കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വർക്കിംഗ് അവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ദീപിക പദുക്കോൺ പറഞ്ഞിരുന്നു അവർക്ക് 6 മണിക്കൂറാണ് അവർക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റുന്ന സമയം എന്നുള്ള രീതിയിൽ. അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ സിനിമാ മേഖലയിലെ സമയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് അവർ സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ ഇത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പല അഭിനേതാക്കളോടും ടെക്നീഷ്യൻസിനോടും ഒക്കെ സംസാരിക്കുമ്പോൾ പലരും ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു കൃത്യം സമയമൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി ടൈം അല്ലെങ്കിൽ പേഴ്സണൽ ടൈം അങ്ങനെയൊക്കെ മാറ്റി വെക്കാനുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. കാരണം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഷൂട്ട് തുടങ്ങുന്നതും തീരുന്നതും ഒക്കെ ആ ഒരു ദിവസം അവർ പ്ലാൻ ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ ഉറക്കമില്ലാതെ വർക്ക് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാവാം, പേഴ്സണൽ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടാവാം. അതേസമയം മറ്റ് ഇൻഡസ്ട്രീസിലേക്ക് പോകുമ്പോൾ പല ആളുകളും സമയത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ 9 to 6 ചെയ്യുന്നവരുണ്ട്, 9 to 9 വർക്ക് ചെയ്യുന്ന, അങ്ങനെ പല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ സിനിമാ മേഖലയിലൊരു വലിയ ചലഞ്ച് എവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട, ഒരേ ലൈനിൽ പോകേണ്ട ഒരു സ്ഥലമാണത്. കാരണം ലൈറ്റ് എടുത്ത് അറേഞ്ച് ചെയ്യുന്ന ആളും അതുപോലെ തന്നെ അവിടെ സെറ്റിൽ ഫുഡ് കൊടുക്കാൻ വരുന്ന ആളും ജൂനിയർ ആർട്ടിസ്റ്റുകളും മെയിൻ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ രീതിയിൽ മുന്നോട്ട് പോയാൽ തീർക്കാൻ പറ്റുന്നൊരു ജോലിയാണത്. ആ ജോലിയിൽ നമ്മൾ ഇത്ര സമയമേ ഇന്ന ആൾക്ക് പറ്റുള്ളൂ. ഇപ്പോൾ ഡേറ്റ് പറയുന്നത് പോലെ വേണമെങ്കിൽ നമുക്ക് സമയവും പറയാം, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എനിക്ക് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇതൊരു ക്രിയേറ്റീവ് ഫീൽഡായിട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നീക്കുപോക്കുകൾ, അത്തരം സാധ്യതകൾ അതും കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇത്ര സമയമേ ഒരാൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇത്ര സമയം കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ രീതിയിൽ ഈ വർക്ക് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവായി ഇത് തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇത് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡിലുള്ള വാദങ്ങളുണ്ട്. ഇത് ആക്ച്വലി എന്താണെന്ന് അറിയാം, ഇതൊരു ഡിസ്കഷൻ നടന്ന് സിനിമാ മേഖലയിലുള്ളവർ തന്നെ കൃത്യമായ ഒരു രീതിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. എല്ലാവരും 24 മണിക്കൂർ പണിയെടുത്ത് എത്രയും പെട്ടെന്ന് സിനിമ ചെയ്ത് തീർക്കണം എന്ന് പറയുന്ന ചില പ്രൊഡ്യൂസേഴ്സും ഉണ്ടാവും. കൃത്യം 8 മണിക്കൂർ ഞാൻ വരും, പണി കഴിയും, ഞാൻ പോകും, അതിനപ്പുറത്തേക്ക് എനിക്ക് നിൽക്കാനൊന്നും പറ്റില്ല, നിങ്ങളുടെ സൗകര്യമൊന്നും എനിക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരും ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ഒരു മിഡിൽ ലെവലിൽ നിൽക്കുന്ന ആളുകളും ഉണ്ടാവും. ഡിസ്കഷൻസ് നടക്കട്ടെ, ആരോഗ്യകരമായ ഒരു വർക്ക് കൾച്ചറിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് അവേഴ്സ് അല്ലെങ്കിൽ ജോലി എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യപ്പെടണം, ആരൊക്കെ ഏതൊക്കെ സമയങ്ങളിൽ എങ്ങനെയൊക്കെ ഇത് വർക്ക് ചെയ്യാം, നമുക്ക് ഷിഫ്റ്റ് പോലെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഡിസ്കഷൻസ് നടക്കട്ടെ എന്നുള്ളതാണ്. അത് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ദീപിക പദുക്കോൺ ഇത് പറയുമ്പോൾ അവർ ഒരു അമ്മയായിട്ടുള്ള സ്ത്രീയാണ്, കുഞ്ഞിൻ്റെ കാര്യം അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് അവർക്ക് സമയം മാറ്റി വെക്കണം എന്ന് പറയുന്നൊരു ഡിമാൻഡ് ഉണ്ടാവും. അതും കൂടി ചേർത്തിട്ടായിരിക്കും അവരവരുടെ കണ്ടീഷൻസ് വെക്കുക. അതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ലേ, പ്രൊജക്റ്റിൻ്റെ ഭാഗമാവുകയോ വേണ്ടയോ, ഇതൊക്കെ വേറെ കാര്യമാണ്. ഇതൊന്നും അവരെ അപമാനിക്കാനോ അവരെ താഴ്ത്തി കാണിക്കാനോ വേണ്ടിയിട്ടുള്ള കാരണങ്ങളാവരുത്. ഡിസ്കഷൻസ് നടക്കട്ടെ, അതാണ് നമുക്ക് അതിൽ പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡിസ്കസ് ചെയ്ത് ഒരു കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് എത്തട്ടെ. ആകെ മൊത്തത്തിൽ ഇത്രയേ ഉള്ളൂ. ദീപിക പദുക്കോണിൻ്റെ വിഷയത്തിൽ സന്ദീപ് റെഡ്ഡി വാങ്ക എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് നോക്കൂ. ഇതാണോ നിങ്ങളുടെ ഫെമിനിസം എന്നാണ് അയാളുടെ ചോദ്യം. അവരുടെ കോസ്റ്റാണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതെങ്കിൽ ആ കോസ്റ്റിനെ വിമർശിക്കുക. ആക്ച്വലി കോസ്റ്റിനെ വിമർശിക്കേണ്ട കാര്യമില്ല, അത് അവർ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളൊരു എമൗണ്ടാണ്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക, അടുത്ത ആർട്ടിസ്റ്റിനെ വെക്കുക, അവിടെ കൊണ്ട് പരിപാടി കഴിഞ്ഞു. പക്ഷേ അയാൾ അവിടെ ക്രിട്ടിസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ ജെൻഡറിനെയാണ്. ഇതാണോ നിങ്ങളുടെ ഫെമിനിസം എന്നാണ് ചോദിക്കുന്നത്. ദീപിക പദുക്കോൺ ഇന്ത്യ ഒട്ടാകെയും ലോകമെമ്പാടും ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ടുള്ള ഒരാളാണ്. അവരുടെ ഈ പറയുന്ന ഫെമിനിസം ചിന്തകളാണെങ്കിലും അവർ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒന്നാണ്. അങ്ങനെയുള്ള ഒരാളോട് ഇതൊക്കെയാണോ നിങ്ങളുടെ ഫെമിനിസം എന്ന് പറയുന്ന രീതിയിൽ ചോദിക്കുന്നത്, അത് അവരുടെ ജെൻഡറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. വൈജയന്തി ഫിലിംസിൻ്റെ പോസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കൂ. അവിടെ നിങ്ങൾക്ക് ആ കോൺട്രാക്റ്റിൽ പാലിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ദീപിക പദുക്കോൺ ചോദിച്ചതും നിങ്ങൾ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കോൺട്രാക്റ്റിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി തള്ളാം, അല്ലാതെ അയാളുടെ ക്യാരക്ടറിനെ എഴുതി തള്ളാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കരുത്. അവരവിടെ ആ പോസ്റ്റിൽ ചെയ്തിട്ടുള്ളത് അതാണ്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അവരൊക്കെയും വിമർശിക്കുന്നത് ദീപിക പദുക്കോണിൻ്റെ ജെൻഡറിനെയാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന അഭിനേത്രിമാരെയാണ് ഇവർ വിമർശിക്കുന്നത്. ഫെമിനിസത്തിനെയാണ് ഇവർ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരില്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വ്യക്തിത്വത്തെയാണ്, ഒരാളുടെ ക്യാരക്ടറിനെയാണ്. നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്ലാമറിന് വേണ്ടിയുള്ള, സെക്സ് അപ്പീലിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രായം ഒരു വലിയ ഘടകമായിട്ട് മാറും. അവരുടെ സൗന്ദര്യം മാത്രം വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് ആത്മാഭിമാനമുള്ള, തൻ്റെ ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രൊഫഷണൽ കൺട്രോളുള്ള സ്ത്രീയെ കാണുന്ന സമയത്ത് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതായി പോകുന്ന കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ ദീപിക പദുക്കോൺ എന്താണ് പറഞ്ഞത്, എൻ്റെ വാല്യൂ എന്താണെന്ന് എനിക്കറിയാം,
തൻ്റെ വാല്യൂ എന്താണെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നൊരു വ്യക്തി പറയുമ്പോൾ അതൊരു സ്ത്രീ ആവുകയാണെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡുകൾ ഏതെങ്കിലും തരത്തിലുള്ള ഡിസഗ്രിമെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് അത് റെസ്പെക്റ്റ്ഫുള്ളി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ പ്രൊഫഷണലിസം എന്ന് പറയുന്നൊരു കാര്യം കംപ്ലീറ്റ്ലി മിസ്സിംഗ് ആണ്. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഭയമാണ്. തങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്ന സ്ത്രീകളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭയം. അതുള്ളത് കൊണ്ടാണ് സൈബർ ബുള്ളിയിങ്ങിന് അവരെ ഇട്ടുകൊടുക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിൻ്റെ റിസൾട്ടായി അതിശക്തമായ സൈബർ ബുള്ളിയിങ് ഇവരൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ നിരവധി അടിച്ചമർത്തൽ ശ്രമങ്ങളെയും ചലഞ്ചസിനെയും ഒക്കെ ഓവർകം ചെയ്തിട്ടാണ് അവരിന്ന് കാണുന്ന ഒരു താരസിംഹാസനം എന്ന് നമ്മൾ പറയുന്ന കാര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. സോ അവരിതിനെയും അതിജീവിക്കും. ദീപിക പദുക്കോൺ അത് കഴിഞ്ഞ് അവരുടെ ഏറ്റവും വലിയ 2 പ്രോജക്റ്റുകളിലേക്ക് മാറി. സന്ദീപ് റെഡ്ഡി വാങ്കയാണെങ്കിലും വൈജയന്തി ഫിലിംസ് ആണെങ്കിലും അവരവരുടെ പ്രോജക്റ്റുകളുമായിട്ട് പോവാണ്. പരസ്പര ബഹുമാനത്തോടുകൂടി സംസാരിക്കാൻ കഴിയാതെ ഈ പ്രശ്നത്തെ ഇത്രയും വഷളാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ആസ് എ സിനിമാ സ്നേഹി നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും പ്രോജക്റ്റുകൾ നന്നായി വരട്ടെ, എല്ലാവരുടെയും കരിയർ വളരെ ഗംഭീരമാവട്ടെ, നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്നാണ്. പക്ഷേ നല്ലൊരു വർക്ക് കൾച്ചർ, വർക്ക് ലൈഫ് ബാലൻസ്, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇതൊക്കെ ഡെവലപ്പായി വരാൻ കുറച്ചുകൂടി ക്രിയാത്മകമായി നടക്കണം. എന്നാലും ഇതുപോലുള്ള കാര്യങ്ങളും ഒരു തുടക്കമാവട്ടെ, അല്ലെങ്കിൽ അത്തരം ചിന്തകളിലേക്കുള്ള ഡിസ്കഷൻസിനുള്ളൊരു ഫ്യൂവൽ ആവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.